പ്രകൃതി ഒന്നും തന്നെ പുതുതായി സൃഷ്ടിക്കുന്നില്ല. നിനക്ക് മുമ്പിൽ ഒന്ന് അവസാനിക്കുമ്പോൾ മറ്റൊന്നിന് തുടക്കമിടുമെങ്കിലും മറ്റൊരിടത്ത് അവസാനിച്ചതാണ് നിനക്ക് മുമ്പിൽ തുടക്കമിടുന്നത്. നിനക്ക് മുമ്പിൽ അവസാനിച്ചതെന്താണോ അതിന്റെ വിപരീതമായിരിക്കും പുതിയ തുടക്കമായി നീ കാണുന്നത്. ധാർമ്മിക നിലപാടുകളുമായി നിൽക്കുന്ന നിന്നിലൂടെ നശിക്കുന്നത് അധർമ്മമാണെങ്കിൽ ധർമ്മമായിരിക്കും പുതിയ തുടക്കമായി നിന്നിലേക്ക് എത്തുന്നത്. എന്നാൽ നീ കാരണം ധർമ്മത്തിനാണ് നാശം സംഭവിക്കുന്നതെങ്കിൽ നിന്നിലേക്കെത്തുന്നത് അധർമ്മങ്ങൾ മാത്രമായിരിക്കും. ധർമ്മം നിന്നെ സംരക്ഷിച്ചുകൊണ്ട് നിനക്ക് ചുറ്റിലുമുള്ള ലോകത്തിനെ മാറ്റി സൃഷ്ടിക്കും. എന്നാൽ അധർമ്മങ്ങൾ നിന്റെ കാഴ്ചകളെ മറച്ച് ആകർഷകമായ വലയം സൃഷ്ടിച്ചുകൊണ്ട് നിനക്ക് ചുറ്റിലും നിന്ന ധർമ്മത്തിനെ നിന്നെക്കൊണ്ട് തന്നെ നശിപ്പിക്കും. അധർമ്മങ്ങളുടെ ആധിപത്യം നിന്റെ തന്നെ നാശത്തിനും വഴിയൊരുക്കും. ധർമ്മവും അധർമ്മവും നിനക്കുള്ളിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. നീ നൽകുന്നത് എന്താണോ അത് തന്നെയാണ് നിന്നിലേക്ക് തന്നെ ഫലമായി എത്തിച്ചേരുന്നത്. സ്നേഹത്തിലൂടെയാണ് ധർമ്മം നിലനിൽക്കുന്നത്. എന്നാൽ അധർമ്മം നിലനിൽക്കുന്നത് പ്രലോഭനത്തിലൂടെയാണ്. നിനക്ക് മുന്നേറ്റമുണ്ടാക്കിക്കൊണ്ട് കഠിന പ്രയത്നത്തിലൂടെ ധർമ്മം നിലകൊള്ളുമ്പോൾ യാതൊരുവിധ മുന്നേറ്റ പ്രയത്നങ്ങളും നടത്താതെ ആകർഷകമായ വാക്കുകളിലൂടെ പ്രലോഭിച്ചായിരിക്കും അധർമ്മങ്ങൾ നിലകൊള്ളുന്നത്. ധർമ്മം ഒന്നിനെയും ഭയക്കാറില്ല, ഓടി ഒളിക്കുകയുമില്ല, എന്തിനേയും സധൈര്യം നേരിടും. എന്നാൽ അധർമ്മങ്ങൾ ഭയത്തോടെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ധർമ്മത്തിന്റെ നാശം നിനക്ക് ആജീവനാന്ത നഷ്ടമായി പരിണമിക്കും. എന്നാൽ അധർമ്മങ്ങളുടെ നാശം നിന്നിൽ യാതൊരുവിധ നഷ്ടവും വരുത്തില്ല. അധർമ്മത്തിലൂടെ നേടുന്ന വിജയത്തിന് ദിവസങ്ങളുടെ ആയുസ് മാത്രമേ ഉണ്ടാകൂ. എന്നാൽ ധർമ്മത്തിലൂടെ ഉണ്ടാകുന്ന പരാജയം പോലും ജന്മങ്ങളോളം നിനക്ക് കാവൽ നിൽക്കും. ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തിനെ നീ സംരക്ഷിച്ചാൽ ധർമ്മം നിന്നെ രക്ഷിക്കും. കാരണം നിന്റെ ധർമ്മത്തിനൊപ്പം നിലകൊള്ളുന്നത് ഞാനാണ്. ഓം നമഃശിവായ മന്ത്രം ജപിക്കുക. നിന്റെ പ്രവൃത്തികളിലെ ധർമാധർമ്മങ്ങളെ വിഘടിച്ചു കാട്ടുവാനുള്ള ശക്തി ആ മന്ത്രത്തിനുണ്ട്.